ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ മഷ്റൂം തോരനാണ്. പണ്ട് നമ്മൾ പറമ്പിൽ നിന്നൊക്കെ മഷ്റൂം പറിച്ച് ഒരുപാട് തോരനൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ട്, വറുത്തരച്ച് മസാലക്കറി പോലൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. പക്ഷേ ആ ഒരു ടേസ്റ്റൊന്നും ഇതിന് കിട്ടുകയില്ല. എന്നാലും നമുക്ക് ഇപ്പം കൂണൊക്കെ ഇല്ലാത്ത ഒരു സീസണിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇന്ന് ഞാൻ തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ തോരൻ കൂട്ടാനായിട്ടൊരു ആഗ്രഹം വന്നു, അതുകൊണ്ടാണ് തോരൻ വയ്ക്കുന്നത്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനിന്ന് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങയും പച്ചമുളക് അരിഞ്ഞത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉള്ളി ചേർക്കണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കണം. പിന്നെ നന്നായിട്ട് കഴുകി മഞ്ഞപ്പൊടിയുള്ള വെള്ളത്തിലിട്ട് വെക്കണം. കുറച്ചധികം നേരം വെള്ളത്തിലിട്ട് വെക്കണം. മഞ്ഞപ്പൊടി ഇട്ട് മസ്റ്റായിട്ടും വെക്കണം. എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എത്ര പിഴിഞ്ഞാലും വീണ്ടും അതിൽ നിന്നും വെള്ളം ചാടി വരും. പിന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് തിരുമണം. ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ഒരു 10 കുഞ്ഞുള്ളിയെങ്കിലും ചേർക്കണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമിയെടുക്കണം. കൈകൊണ്ട് തിരുമിയെടുക്കുന്നതിനകത്താണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മഷ്റൂമും കൂടെ ആഡ് ചെയ്യാം. കടുക് പൊട്ടിക്കണം കേട്ടോ. എനിക്ക് കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കടുക് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ വെള്ളം വറ്റി വരുന്നതാണ് അതിൻ്റെ ഒരു വെന്തം എന്നുള്ളൊരു പാകം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മതി. 10 മിനിറ്റ് കൊണ്ട് അത് ഡ്രൈ ആയിട്ട് വരും. അത്രയും നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് ഒഴിക്കണം, ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കണം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് വറ്റി വരട്ടെ. അങ്ങനെ കൂൺ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി, പിന്നെ മീൻചാറുണ്ടായിരുന്നു അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വാഴയ്ക്കത്തോരനാണ്, അതും എടുത്തു. കൂണ് തോരൻ വെച്ചത് അതുകൊണ്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും. കൂണ് തോരനും എടുത്തു. കുറച്ച് അച്ചാറും കൂട്ടി ചോറുണ്ണട്ടെ.